വിളവെടുപ്പായാലോ. കുറച്ച് പയർ നട്ടിട്ടുണ്ട് അമ്മ. അപ്പം അതിൻ്റെ ചെറിയൊരു വിളവെടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കിച്ചും കൂടിയിട്ട്. പച്ച ഞങ്ങളെ സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പയറിൻ്റെ ഇത് പൊട്ടിക്കുകയാണ്. അപ്പോൾ കുറച്ചുണ്ടായിട്ടുണ്ട്, കുറേ കേടൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു നേരത്തെ കൂട്ടാൻ, വിഷമില്ലാത്ത ഒരു പച്ചക്കറി കൂട്ടാൻ, നമുക്കൊരു നേരത്തെ ഉപ്പേരി വെക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പം അമ്മയാണ് കൃഷി ചെയ്യണത്. അച്ഛൻ മണ്ണും ഇതൊക്കെ എടുത്ത് കൊടുക്കും, അമ്മ അതിൽ നടും, കൃഷി ചെയ്യും, ഞാനതിലത്തെല്ലാം പൊട്ടിക്കും. അതാണ് ഞങ്ങളുടെ പോളിസി. അപ്പം എല്ലാവരും കൂടിയിട്ടാണ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ടെന്ന് പറയാം കൃഷി. അച്ഛൻ മണ്ണെടുക്കണു, അമ്മ നടണു, ഞാൻ വിളവെടുക്കുന്നു. കിച്ചുവിൻ്റെ കയ്യിൽ കണ്ടില്ലേ, നല്ല നീളമുള്ള പയറാട്ടോ. കുറേ പയർ ഞങ്ങൾക്കൊരു നേരത്തെ കൂട്ടാൻ വെക്കാനുള്ള പയർ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് ചെറിയൊരു ജൈവ കൃഷിത്തോട്ടം. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി തിന്നാലോ. ഉണ്ടാവുന്നുണ്ട്. ഓണത്തിനുള്ളതൊക്കെ ആവുമെന്ന് വിചാരിക്കണം. ഓണത്തിന് ഒരു നേരത്തെ ഒരു തോരനുള്ള പയറുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ. ഞാൻ ആ അമ്മയുടെ അച്ഛൻ്റെയും ചെറിയൊരു സന്തോഷമാണിത്. അവരാണ് ഈ കൃഷിയിൽ മണ്ണിൽ കിടന്ന് പണിയെടുക്കുന്നവർ. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു വിശേഷം, അവർ കഷ്ടപ്പെട്ട് പണിത ആ ഒരു പച്ചക്കറിയിൽ നിന്ന് ആ തോട്ടത്തിൽ നിന്ന് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കിട്ടും എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ അതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പയറിൻ്റെ വിളവെടുപ്പാണ്. ഇനി മെല്ലെ മെല്ലെ ഞാൻ അടുത്ത വിളവുകളൊക്കെ കാട്ടിത്തരാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷം.